ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റ് എക്സാം കഴിഞ്ഞു, പ്രൊവിഷണൽ ആൻസർ കീ വന്നു. ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അടുത്ത കേറ്ററ്റ് പരീക്ഷ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കേറ്ററ്റ് നേടുന്നതിന്റെ അനിവാര്യത ഈ ഒരു സിനാരിയോയിൽ എന്താണ്. ഈ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു ക്വറി ആയിട്ട് കിട്ടുന്നത്. സോ നമുക്കിന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, കേറ്ററ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീ ആണ് അല്ലെ. ഫൈനൽ ആൻസർ കീ വരും, അതിന് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. ഫൈനൽ ആൻസർ കീ വന്നൊരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏകദേശം റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പരീക്ഷ നടന്നത് ജനുവരി 18th 19th ഡേറ്റ്സിലാണ്, 18, 19 തീയതികളിലാണ്. ടോട്ടൽ എല്ലാ പ്രാവശ്യത്തെയും ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ റിസൾട്ട് വരാറുണ്ട്. അതായത് ഒരു മാർച്ച് 18, 19 കൂടി നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അതിന് മുൻപായിട്ട് ഒരു മാർച്ച് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നമ്മുടെ കേറ്ററ്റിന്റെ ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിക്കാം. അപ്പോൾ മാർച്ച് 18, 19 തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് വരും. ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത വിജ്ഞാപനം എന്നായിരിക്കും. അപ്പോൾ ഇതിനോടിടയ്ക്ക് നമുക്കൊരു കാര്യം കൂടി അറിയാവുന്നത്, സർവീസിലിരിക്കുന്നവർക്ക് ഒരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ. മെയിലായിരിക്കും പരീക്ഷ എന്ന് പറയുന്നത്. സർവീസിലിരിക്കുന്നവർക്കായിട്ടുള്ള കേറ്ററ്റ് പരീക്ഷ ഒരു ചാൻസും കൂടി ഉണ്ട്. മെയിലായിരിക്കും പരീക്ഷ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ പരീക്ഷയോടൊപ്പമായിരിക്കുമോ മറ്റുള്ള കുട്ടികളുടെ പരീക്ഷ, ഇത് രണ്ടായിട്ടാണോ നടത്തുക, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. അപ്പോൾ മാർച്ച് 18, 19 കൂടി തന്നെ നമ്മളുടെ റിസൾട്ട് വന്നാൽ മാർച്ച് എൻഡോട് കൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നമുക്ക് പുതിയ വിജ്ഞാപനം പ്രതീക്ഷിക്കാം. മെയ് എൻഡ് അല്ലെങ്കിൽ ജൂൺ ആദ്യം, ജൂൺ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കാം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യമാണ്. ഒന്നുകിൽ മെയ് ജൂൺ ഒരു പീരീഡ്, മെയ് അല്ലെങ്കിൽ ജൂൺ, അതോടൊപ്പം തന്നെ ഡിസംബർ ജാൻ, ഈ ഒരു പീരീഡിലായിട്ടാണ് എപ്പോഴും പരീക്ഷ നടക്കാറ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ലാസ്റ്റോട് കൂടി പുതിയ വിജ്ഞാപനവും മെയ് അവസാനത്തോടു കൂടി പരീക്ഷയും അടുത്ത കേറ്ററ്റിന്റെ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഈ കേറ്ററ്റ് കഴിഞ്ഞു, LP UP കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത കേറ്ററ്റിന് ഇപ്പോഴേ കാര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട സാഹചര്യം ഇപ്പോഴത്തെ കേറ്ററ്റ് പരീക്ഷയ്ക്ക് ഉണ്ടോ എന്ന് ഒരുപാട് കുട്ടികൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ഇപ്പോൾ 2022 ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. LPSA UPSA റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 ജൂൺ 1, LP വന്നത് ജൂൺ 1 3 വർഷമാണ് ഒരു PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ 2025, അതായത് ഈ ജൂൺ 1 വരെയാണ് ഈ LPSA പരീക്ഷ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അധ്യാപക പരീക്ഷകളിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ലൈക്ക് ഇന്റർവ്യൂ മാത്രമല്ല, വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ എക്സാം. അപ്പം അത്യാവശ്യം പ്രോസസ്സസ് ഉള്ള ഒരു എക്സാം തന്നെയാണ് നമ്മുടെ അധ്യാപകരുടെ പരീക്ഷ എന്ന് പറയുന്നത്. 2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ 2023 എൻഡോട് കൂടി തന്നെ അടുത്ത LPSA UPSA പരീക്ഷയുടെ വന്നു, വിജ്ഞാപനം വരികയും 24 പരീക്ഷ നടക്കുകയും ചെയ്തു. അപ്പോൾ പ്രോബബ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ 2026 എൻഡോട് കൂടി നമ്മുടെ അടുത്ത LP UP വിജ്ഞാപനം വരും. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2027 പരീക്ഷ നടക്കും. സോ നിങ്ങളുടെ അടുത്ത LP UP പരീക്ഷയ്ക്ക് മുൻപായിട്ട് എന്ന് പറയാൻ പറ്റില്ല, അടുത്ത LP UP വിജ്ഞാപനത്തിന് മുൻപായിട്ട് നിങ്ങൾക്ക് എത്ര കേറ്ററ്റ് പരീക്ഷ കിട്ടും? സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ 2 കേറ്ററ്റ് പരീക്ഷ അത്രേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അടുത്ത LP UPക്ക് മുൻപായിട്ട്. അപ്പോൾ അത്യാവശ്യം ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട സാഹചര്യം തന്നെയല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസ് എടുക്കാൻ പറ്റിയൊരു അവസരമല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്രാവശ്യം ഞാനൊന്ന് എഴുതി നോക്കാം, പറ്റില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ചാൻസിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളിൽ പലർക്കും ഇപ്രാവശ്യം LPSA UPSA എഴുതാൻ പറ്റാത്തവരുണ്ട്, ആ ഒരു സങ്കടത്തിലിരിക്കുന്നവരുണ്ട്. സോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മക്കളെ ഇനി അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾ എടുക്കരുത്. LPSA UPSA പരീക്ഷയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ 2 കേറ്ററ്റ് എക്സാം, അതായത് ഈ വരാൻ പോകുന്ന കേറ്ററ്റ് എക്സാമും അതുപോലെ ജനുവരി ഫെബ്രുവരിയിലുള്ള കേറ്ററ്റ് എക്സാം. കാരണം അടുത്ത കേറ്ററ്റിന് മുൻപായിട്ട് റിസൾട്ട് വരുമോ അറിയില്ല. അപ്പോൾ മാക്സിമം നമുക്ക് നോക്കുവാണെങ്കിൽ 2 കേറ്ററ്റാണ് സേഫ് ആയിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷ നിങ്ങൾ നന്നായി പഠിച്ച് എഴുതുക തന്നെ വേണം. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് BEd ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, BEd TTC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, സെക്കൻഡ് ഇയർ ആയിട്ടുള്ള കുട്ടികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും മനസ്സിലാക്കുക. കാരണം ഇന്ന് നമ്മുടെ റാങ്ക് ഇപ്രാവശ്യം ഒരു വലിയൊരു ചേഞ്ച് നമ്മുടെ LPSA UPSA റാങ്ക് ലിസ്റ്റിൽ ഉറപ്പാണ്. ഒരുപാട് കുട്ടികൾ BEdും TTC ഒക്കെ കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പോകുന്ന ഒരു വ്യത്യാസവും കൂടി നമുക്ക് ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ കാണാൻ സാധിക്കും, സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് TTC അല്ലെങ്കിൽ BEd എന്ന തിരിച്ചറിവോടുകൂടി അത് ഓപ്റ്റ് ചെയ്ത് BEdും
TTCയും കഴിയുന്നതിനോടൊപ്പം തന്നെ കേറ്ററ്റ് കംപ്ലീറ്റ് ചെയ്ത് LP UP പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ കാലമാണിത്. അതുകൊണ്ട് തന്നെ കേറ്ററ്റ് ഇല്ല എന്നൊരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇനി LP UP മാത്രമല്ല, ഇന്ന് ഏതൊരു സ്കൂളിൽ നിങ്ങൾക്ക് അധ്യാപികയായിട്ടോ അധ്യാപകനായിട്ടോ ജോലി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? കേറ്ററ്റ് വേണം. ചിലർ പറയും നമുക്ക് പൈസ കൊടുത്ത് കയറാം. ഇപ്പം അതും പറ്റില്ല. പൈസ കൊടുത്ത് കയറണമെങ്കിൽ പോലും അവിടെ കേറ്ററ്റ് വേണം, അല്ലേ? സോ കേറ്ററ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അനിവാര്യതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഈ കേറ്ററ്റും അടുത്ത കേറ്ററ്റും രണ്ട് കേറ്ററ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. അടുത്ത കേറ്ററ്റും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? സോ ഈ കേറ്ററ്റ് പഠിച്ചെടുക്കുക. അപ്പം നമ്മൾ സേഫാണ്. നമുക്ക് കുറച്ച് സമയം കിട്ടും. നേരത്തെ LP UP പഠിച്ച കുട്ടികൾക്ക് തന്നെയാണ് ഇപ്രാവശ്യം പരീക്ഷ അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കേറ്ററ്റുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ മാത്സ്. അപ്പോൾ ഈ വിഷയങ്ങൾക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എവിടെയും വരുന്നുണ്ട്, LP UP പരീക്ഷയിലും വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ തന്നെ കേറ്ററ്റും LP UPയും നിങ്ങൾക്ക് ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം നന്നായിട്ട് പഠിക്കുക. ഇത് മനസ്സിലാകാത്ത കുട്ടികൾ ഇതുവരെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് എത്തിക്കുക. കാരണം നമുക്ക് ഒരുമിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ ഒരു ഫീൽ വേറെയാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇത് എത്തിക്കുക. മാക്സിമം പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പം അടുത്ത കേറ്ററ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഇനി എത്ര ദിവസം ഉണ്ടെന്നൊന്ന് കൂട്ടി നോക്കിക്കേ. ഇത് ഫെബ്രുവരി, ഈ വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഫെബ്രുവരിയിൽ നമുക്കിനി ഏകദേശം ഉള്ളതൊരു 18 ദിവസവും എന്താ പറയുക, മാർച്ച്, ഏപ്രിൽ, ഏകദേശം ഒരു സേഫ് ആയിട്ട് പറയുകയാണെങ്കിൽ 80 ദിവസത്തിനടുത്താണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ 80 ദിവസം കൊണ്ട് പഠിച്ച് നേടാവുന്നതേ ഉള്ളൂ കേറ്ററ്റ്. നന്നായിട്ട് മനസ്സിരുത്തി നമുക്ക് പഠിച്ച് ഏറ്റവും കോൺഫിഡൻസോട് കൂടി തന്നെ ഇപ്രാവശ്യത്തെ കേറ്ററ്റ് നേടാം. അതുപോലെ തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകരോട് നിങ്ങൾക്ക് ഇപ്രാവശ്യം ലാസ്റ്റ് ചാൻസ് ആണ് എന്ന ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്കായിട്ട് എക്സ്ക്ലൂസീവ് ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റെഗുലർ ബാച്ച് കേറ്ററ്റിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ അതിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് തന്നെയാണ് കേറ്ററ്റ് LP UP എന്ന പരീക്ഷകളിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ടുകളുള്ള ഒരു ടീമിനോടൊപ്പം തന്നെ പഠിക്കുക. നിങ്ങളോടൊപ്പം ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട്, നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന അധ്യാപകരോടൊപ്പം കൂളായിട്ട് പഠിച്ച് നമുക്ക് ഇപ്രാവശ്യത്തെ റിസൾട്ട് നേടിയെടുക്കാം. അപ്പോൾ പഠിക്കുകയല്ലേ, ഒന്നും നോക്കാനില്ല, പഠിച്ചു തുടങ്ങുക ഇപ്പം തന്നെ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8589083568. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്